ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 3ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ. 3ാമത്തെ പാഠഭാഗമായ മനുഷ്യന്റെ കൈകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ 4 ചിത്രങ്ങളുണ്ട്. നോക്കിയേ, ആദ്യത്തെ ചിത്രത്തിൽ പ്രാചീന മനുഷ്യർ അവരുടെ മാറ് മറച്ചിരുന്നത് ഇലകൾ കൊണ്ടാണ്. അവർ ആയുധങ്ങൾ, കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ചിത്രത്തിൽ കണ്ടോ, ചക്രങ്ങൾ കണ്ടെത്തി അല്ലേ. 3ാമത്തെ ചിത്രമോ, സ്ത്രീകൾ നിന്ന് വയലിൽ ഞാറ് നടുകയാണ്. 4ാമത്തെ ചിത്രം നോക്കിയേ, ഒരു കുട്ടി ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യന്റെ കൈകളാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇത്രയും വളർച്ചയുണ്ടാകാൻ കാരണം. അധ്വാനിക്കുന്ന കൈകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് വളർച്ചയുള്ളൂ. നോക്കിയേ, അലസതയറ്റി പാടങ്ങളിൽ വന്നലതല്ലുകയാണ് അധ്വാനം. ആരാ ഇത് എഴുതിയത്? തിരുനെല്ലൂർ കരുണാകരൻ. അദ്ദേഹം പറയുന്നത് എന്താണ്? എവിടെയാണ് അധ്വാനം ഉണ്ടാകുന്നത്? അലസതയറ്റി പാടങ്ങളിൽ വന്നലതല്ലുകയാണ് അധ്വാനം. അലസത എവിടെയില്ലെങ്കിലും അവിടെ അധ്വാനം ഉണ്ടാകുന്നു. അധ്വാനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് വളർച്ചയുള്ളൂ. എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. കുഞ്ഞനുറുമ്പും കുട്ടിയോളും. അവിടെ നോക്കിയേ, 2 കാലുകളിലായിട്ട് ഉറുമ്പ് കടിക്കുകയാണ്. ആരെയോ കടിക്കുന്നു അല്ലേ. നമുക്കൊന്ന് വായിച്ചാലോ. കുഞ്ഞനുറുമ്പിന്റെ കൂടു തകർത്തപ്പോൾ കുന്നോളം കുറിയരി കൂമ്പാരം. കൂടു തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം. കൂടു തകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം. കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു. കുഞ്ഞനുറുമ്പിന്റെ കൂടു തകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം. കൂടൊന്നു തീർക്കാൻ കുന്നോളം ത്വരം, വീടാക്കി മാറ്റാൻ മലയോളം. ഇത് എഴുതിയത് ആരാ? MV മോഹനൻ. അദ്ദേഹത്തിന്റെ തപ്പുകൊടുക്കയിൽ എന്തുണ്ട് എന്ന കൃതിയിൽ നിന്നാണ് ഇതെടുത്തത്. ഇതിലെന്താണ് പറയുന്നത്? കുഞ്ഞനുറുമ്പിന്റെ കൂട് തകർത്തു അല്ലേ. തകർത്തപ്പോഴോ അരിയുടെ കൂമ്പാരം. കുഞ്ഞനുറുമ്പ് ശേഖരിച്ചു വെച്ചിരുന്ന അരിയും അതോടൊപ്പം കുഞ്ഞനുറുമ്പിന്റെ മുട്ടകളുമുണ്ട്. കൂട് തകർന്നപ്പോൾ കുട്ടിയോളും കെട്ടിയോളും കുഞ്ഞനുറുമ്പും കൂടി എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണല്ലേ. കുട്ടിയോളെന്ന് പറഞ്ഞാൽ കുട്ടികൾ, കെട്ടിയോളെന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം കേട്ടോ. കൂടു തകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം. ആരാണ് ഈ കൂട് തകർത്തത്? ആരാണ് ഈ കുറിയരി എല്ലാം ചിന്നിച്ചത്? ചിന്നുക എന്നാൽ അർത്ഥം ചിതറുക എന്നാണ്. അപ്പോൾ കുറിയരി എല്ലാം ചിതറി. കുഞ്ഞനുറുമ്പും കെട്ടിയോളും കുട്ടിയോളും കൂടി എന്ത് ചെയ്തു? സങ്കടം സഹിക്ക വയ്യാതെ അവരുടെ കാലിൽ കടിക്കുകയാണ്. കുഞ്ഞനുറുമ്പിന്റെ കൂട് തകർത്ത ആളിന്റെ കാലിൽ കടിക്കുകയാണ്. കുഞ്ഞനുറുമ്പിന്റെ കൂട് തകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം. കവി എന്താ പറയുന്നത്? കുഞ്ഞനുറുമ്പിന്റെ കൂട് തകർത്ത കൂട്ടുകാരൊന്നറിയണം. എന്താ? കൂടൊന്നു തീർക്കാൻ കുന്നോളം ത്വരം. കൂടൊന്നു തീർക്കാൻ എന്താണ്? ഒരുപാട് അധ്വാനമുണ്ട്. ത്വരം എന്ന് പറഞ്ഞാൽ അധ്വാനം, ജോലിയുണ്ട്. വീടാക്കി മാറ്റാൻ മലയോളം. വീടാക്കി മാറ്റാനോ മലയോളം ജോലിയുണ്ടല്ലേ. എങ്കിൽ നമുക്ക് പാഠഭാഗത്തിന്റെ ആശയം ഒന്ന് എഴുതിയാലോ. കുഞ്ഞനുറുമ്പും ഭാര്യയും കുട്ടികളും കൂടി നിർമ്മിച്ച കൂട് ആരോ തകർത്തു. കൂട് നശിപ്പിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന കുഞ്ഞനുറുമ്പിന്റെ മുട്ടകളും അരിമണികളും എല്ലാം ചിന്നി ചിതറി. കൂട് തകർത്തത് ആരാണെന്നറിയാൻ അവർ പല ഭാഗത്തേക്കായി ഓടി. ആളെ മനസ്സിലായപ്പോൾ കൂട് തകർത്തതിന് പ്രതികാരമെന്ന പോലെ അയാളുടെ കാലിൽ ഉറുമ്പുകൾ ഒരുപാട് കടിച്ചു. കുഞ്ഞനുറുമ്പിന്റെ കൂട് തകർത്ത കൂട്ടുകാർ ഒരു കാര്യം ഓർക്കണം എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. കൂടുണ്ടാക്കാൻ അവർ കുന്നോളം അധ്വാനിച്ചിട്ടുണ്ട്. അതൊരു വീടാക്കി മാറ്റാൻ മലയോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്നത് ഉറുമ്പുകളുടെ ഒരുപാട് നാളത്തെ അധ്വാനത്തിന്റെ ഫലമാണ് അല്ലേ. മക്കളെ, ഇതിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ്? എല്ലാ ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അവരെ എല്ലാം സ്നേഹത്തോടെ ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായി മാറുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ഒരു ഉറുമ്പിന്റെ കൂട് കണ്ടാൽ അതിനെ ഇനിയെങ്കിലും തട്ടിത്തെറിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ കുഞ്ഞുമക്കളെ. പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കിയാലോ. കൂട്ടുകാരും ടീച്ചറുമൊത്ത് ഈ വരികൾ താളമിട്ട് ചൊല്ലി നോക്കൂ. നിങ്ങൾ ചൊല്ലുമല്ലോ. നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് ഈ വരികൾ ചൊല്ലി നോക്കണം. അടുത്ത ചോദ്യം, വരികൾക്കു ചേർന്നൊരു വായ്ത്താരി കണ്ടെത്താമോ? നമുക്ക് എഴുതിയാലോ. വായ്ത്താരി എഴുതാം.
നോക്കിയേ, തന്നന്ന താനന്ന തന്നന്ന താനന്ന തന്നന്ന താനന്ന തന്നാനേ. ഒരെണ്ണം കൂടി നോക്കാം. തെയ്യത്തിനുന്താ തിനുന്തിനുന്താരോ താരാതിനുന്താ തിനുന്തിനുന്താരോ. ഇനിയും ഒരുപാട് വായ്ത്താരികളുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ എഴുതി ചേർക്കാവുന്നതാണ്. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. നോക്കിയേ, കുന്നോളം കുറിയരി കൂമ്പാരം എന്നതിനു പകരം കുന്നോളം ചെറിയരി കൂമ്പാരം എന്നായാലും അർത്ഥം മാറില്ല. താളത്തിൽ ചൊല്ലാനും പറ്റും. ഇവിടെ കുറിയരി എന്നു തന്നെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചർച്ച ചെയ്യൂ. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുറിയരി കൂമ്പാരം എന്നതിനു പകരം ചെറിയരി കൂമ്പാരം എന്ന് വന്നാൽ അർത്ഥം മാറില്ല. പക്ഷേ കുറിയരി എന്ന് വരുന്നത് കൊണ്ട് ഗുണമുണ്ടോ? ഉണ്ടല്ലേ, ഗുണമുണ്ട്. കാരണം കുറിയരി എന്നു തന്നെ വരുമ്പോൾ പദങ്ങളുടെ ആദ്യാക്ഷരം ആവർത്തിക്കുന്നു. ആദ്യാക്ഷരം ഏതാണ്? ക എന്ന അക്ഷരം ആവർത്തിക്കുന്നു. ഇത് കവിതയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു. കവിത ഈണത്തിൽ പാടാനും കഴിയുന്നു. അടുത്ത ചോദ്യം നോക്കാം. നോക്കിയേ, അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെയുണ്ടോ? കണ്ടെത്തൂ. ഉണ്ടല്ലേ, നമുക്ക് നോക്കിയാലോ. കൂടു തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം. അടുത്ത വരി ഏതാ? കുഞ്ഞനുറുമ്പിന്റെ കൂടു തകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം. ഇതിലും അക്ഷരങ്ങൾ ആവർത്തിച്ച് വരികയാണല്ലേ. അപ്പൊ ഇതും നമുക്ക് എഴുതാമല്ലോ. എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. പോകാം. നോക്കിയേ, അക്ഷരാവർത്തനം വരുന്ന വഴികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരുമൊത്തു ചൊല്ലൂ. അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പണ്ട് പഠിച്ചൊരു പാട്ട് വായിക്കാം. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണേ, അഞ്ചാമനോമന കുഞ്ചുവാണേ, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചുവെന്ന പേര് വന്നു. ഇതിലേതക്ഷരമാണ് ആവർത്തിക്കുന്നത്? ഇഞ്ചയാണല്ലേ. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന പാട്ടുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി എന്താ? വീടും കൂടും. കുറച്ച് ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആരുടെയൊക്കെയാ? ഒരു കുരുവിയുടെ കൂടുണ്ട്, ഒരാൾ നിന്ന് വീട് നിർമ്മിക്കുന്നതുണ്ട്, അതുമല്ല വേട്ടാളൻ്റെ കൂടുണ്ട്, തേനീച്ചക്കുരുവിയുടെ കൂടുണ്ട്, കാക്കയുടെ കൂടുണ്ട് അല്ലേ. ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? കുരുവി, കാക്ക അവിടെ തന്നിട്ടുണ്ടല്ലേ. കാക്ക, കുരുവി, ഉറുമ്പ്, കടന്നൽ, മനുഷ്യൻ, തേനീച്ച, ചിതൽ, വേട്ടാളൻ, എലി ഒക്കെ അവിടെ എഴുതാവുന്നതാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ. വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേട്ടാളൻ കൂടുണ്ടാക്കുന്നത്? ഉണ്ടല്ലേ. നമ്മുടെ കട്ടളയിലും ഒക്കെ കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. മുകളിലെ ചിത്രത്തിലും വേട്ടാളൻ്റെ കൂടാണ് ഞാനവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വേട്ടാളൻ കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് എഴുതണം. എന്നിട്ട് തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ്? തേനീച്ച കൂടുണ്ടാക്കുന്നത് ശരീരത്തിലെ മെഴുകുഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന മെഴുകുകൊണ്ടാണ് എന്നവിടെ എഴുതണം. തേനീച്ചക്കൂട് മുകളിൽ കണ്ടല്ലേ. എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കൂടൊന്നു തീർക്കാൻ കുന്നോളം തുരം, വീടാക്കി മാറ്റാൻ മലയോളം. വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം. നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിൽ ചെയ്യുന്നവരുടെ സഹായം വേണം. ചർച്ച ചെയ്യൂ. ആണല്ലേ. ഒരു കൂടുണ്ടാക്കാൻ കുന്നോളം അധ്വാനം വേണം, വീടാക്കി മാറ്റാനോ മലയോളം അധ്വാനം വേണമല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുണ്ടാക്കണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരുപാട് തൊഴിൽ ചെയ്യുന്നവരുടെ സഹായം വേണ്ടി വരും. നോക്കിയേ, എഞ്ചിനീയർ വീടിന് പ്ലാൻ വരയ്ക്കാൻ, കൽപ്പണിക്കാർ വീടിൻ്റെ തറ പണിയാൻ, മേസ്തിരി ഭിത്തി കെട്ടാനും സിമന്റ് തേക്കാനും, ടൈൽ പണിക്കാർ നിലം ടൈലിടാൻ, ആശാരി വാതിൽ, കട്ടിൽ, ജനൽ, അലമാര എന്നിവ നിർമ്മിക്കാൻ, പ്ലംബർ പൈപ്പ്, ടാപ്പ് എന്നിവ പിടിപ്പിക്കാൻ, ഇലക്ട്രീഷ്യൻ വയറിങ് പണികൾക്ക്. അങ്ങനെ ഇത്രയും പണിക്കാരുണ്ടെങ്കിലേ നമുക്ക് വീടാക്കി മാറ്റാൻ കഴിയത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവരെ എല്ലാവരുടെയും സഹായം നമുക്ക് വേണം. അപ്പോൾ കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്ന കവിതയും പാഠപ്രവർത്തനങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി തടിപിടി നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വരുന്ന തടിപിടി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലാസ് കയറി കാണാവുന്നതാണ്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും 3ാം ക്ലാസ്സിലെ ക്ലാസ്സുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്